പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നമ്മളെല്ലാവരെയും വളരെ പ്രത്യേകമാം വിധം സ്നേഹിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ അത്ഭുത അൽത്താരയിലാണ് ഈശോ എഴുന്നള്ളിയിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മയെ വണങ്ങുമ്പോൾ ഈശോ ഒരുപാട് സന്തോഷിക്കുക. ഈ ദിവ്യകാരുണ്യ ഈശോ ഇന്ന് നിങ്ങളെല്ലാവരെയും നോക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ കർത്താവ് നോക്കുകയും അവരെ പ്രത്യേക സ്നേഹിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ, യാത്രകളിൽ, ബിസിനസ്സിലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ഇടപെടട്ടെ. ഏതെങ്കിലും വിധത്തിലുള്ള നാരകീയ ശക്തികളോ അന്ധകാര സേനകളോ നുഴഞ്ഞു കയറി നിങ്ങളെ മാനസികവും ആത്മീയവും ശാരീരികവുമായ ക്ലേശങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് ഈ വിമോചന പ്രാർത്ഥനയിലൂടെ ഇന്ന് അവസാനിക്കട്ടെ. പല വിധത്തിലുള്ള മാനസികമായ ഭയങ്ങൾ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, തല പൊട്ടിപ്പോകുന്നത് പോലുള്ള ചിന്തകൾ, തലച്ചോറ് മന്ദീഭവിക്കുന്ന പോലുള്ള അവസ്ഥകൾ, പല വിചാരങ്ങൾ, കടങ്ങളെ ഓർത്തുള്ള ആദിവ്യാധികൾ, മക്കളെ ഓർത്തുള്ള ആദിവ്യാധികൾ, ടെൻഷനുകൾ, യേശുവേ ഇന്ന് അവ എടുത്തു മാറ്റി ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അനോയിൻറ്റിങ് ഇന്ന് കൊടുക്കണമേ. കർത്താവ് ഇന്ന് പ്രത്യേകം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് അനുഗ്രഹിക്കണം. അവരുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ, സാത്താനം, പൈശാചിക ശക്തികളുമെല്ലാം ഇന്ന് ബഹിഷ്കരിക്കപ്പെടണം. യേശുവേ, നീ സകലത്തിൻ്റെയും അതിനാഥനാണ്. ഞങ്ങൾ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിച്ചതേ ഉള്ളൂ. ലോകം മുഴുവനെയും രക്ഷിക്കാൻ ഇത് അവിടുന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്ക് മോചനം കൊടുക്കണമേ. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, പല ചിന്തകളിൽ നിന്ന്, മാനസിക പീഡകളിൽ നിന്ന്, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് യേശുവെ വിടുതൽ കൊടുത്ത് സ്വാതന്ത്ര്യം കൊടുക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 19-ാമത്തെ തിരുവചനമാണ്. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട. നോൺ ആബിയാത്തെ പൗറ, നോൺ തെമേരെ, നോ ഫിയ. ദൈവം പറഞ്ഞു, മനുഷ്യ നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, നീ ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ശക്തി പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, പ്രഭു സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ വചനം, ഈ പ്രാർത്ഥന നിങ്ങളെ ശക്തിപ്പെടുത്തിയിരിക്കുക. നിങ്ങൾക്ക് അഭിഷേകം തരിക, നിങ്ങൾക്ക് അനോയിൻറ്റിങ് തരിക, നിങ്ങൾക്ക് ഡെലിവറൻസ് നൽകുക, നിങ്ങൾക്ക് വിടുതൽ നൽകുക. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കാനായി ഈ പ്രാർത്ഥനയിൽ സന്നിഹിതയാണ്. സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ അശുദ്ധികളിൽ നിന്ന് ഞാൻ മോചിക്കുന്നു. സകലത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ദൈവമക്കളെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. കാരുണ്യവനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ദൈവമക്കൾക്ക് വിടുതൽ കൊടുക്കുന്നു. ഈ മക്കളെ പീഡിപ്പിക്കുന്ന എല്ലാ ദുരാത്മാക്കളെ
ദുഷ്ടശക്തികൾ, പൈശാചിക ശക്തികൾ, തിന്മയുടെ അരൂപികൾ, നാശകരമായ ജീവികൾ, പ്രകൃതി വിരുദ്ധ ശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.